Hi guys! ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹോം മെയ്ഡ് സാലിസിലിക് ആസിഡ് ഫേസ് മാസ്കിൻ്റെ റെമഡി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സാലിസിലിക് ആസിഡിനെ കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആദ്യം ആരും തന്നെ ഉണ്ടാവില്ല. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഒത്തിരി പേര് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ഒരു സാലിസിലിക് ആസിഡിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ആക്നി, പിമ്പിൾസ് ഇതെല്ലാം റിമൂവ് ആക്കിയിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ല ക്ലിയർ ആയി ബ്രൈറ്റൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആസിഡ് എല്ലാവരും തന്നെ യൂസ് ആക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നിവിടെ ചെയ്തെടുക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് സാലിസിലിക് ആസിഡിൻ്റെ ഫേസ് മാസ്ക് ആണ്. അപ്പോൾ ഈ ഒരു മാസ്ക് വന്നിട്ട് ഒരു 13-15 വയസ്സുള്ള കുട്ടികൾക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമുക്കത് ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 തവണ ഇത്ര മാത്രം ചെയ്താൽ മതിയാകും. അതും നമ്മളിത് അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് മാത്രം വെച്ചിരുന്നാൽ മതി. അതിനുശേഷം നമുക്കിത് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ ഗൈസ് നമുക്കിത് എങ്ങനെ തയ്യാറാക്കി എടുത്തു എന്നുള്ള വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആദ്യം മുട്ടക്കോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ടക്കോസ് നമ്മുടെ ക്യാബേജ് ഇല്ലേ അതിൻ്റെ ആ ഒരു ഏതള ലീഫുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പം ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മാസ്ക് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആരും തന്നെ ഇത് ഒത്തിരി ഉണ്ടാക്കി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ആക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കേണ്ട. അപ്പോൾ വേണ്ടത് മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതപ്പോൾ ഈ കാണിക്കുന്ന അളവിൽ എടുത്തിട്ടുണ്ട്. മുട്ടക്കോസിൻ്റെ ലീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മിൻ ലീഫാണ് എടുത്തിരിക്കുന്നത്, നമ്മുടെ പുതിനയുടെ ഇല. അത് ഞാൻ ഈ കാണിക്കുന്ന അളവിൽ നമ്മുടെ ഒരു ചെറിയൊരു പിടിയോളം എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ അളവിൽ ചെറിയൊരു പിടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സി ബൗളിനകത്തിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് അരയ്ക്കാനായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബട്ടർ മിൽക്കാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇവിടെ എൻ്റെ ബട്ടർ മിൽക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു ബട്ടർ മിൽക്കാക്കി എടുക്കാൻ പോകണം. ഈ ഒരു പാല് ഞാൻ ബട്ടർ മിൽക്കാക്കി എടുക്കാൻ പോകണം. അപ്പോൾ ആദ്യം ഇതുപോലെ ഈ അളവിൽ ചെറിയൊരു അളവിൽ പാലെടുക്കുക. ഒത്തിരി അങ്ങ് വേണ്ട. നമുക്ക് ഈ എടുത്തിരിക്കുന്ന മുട്ടക്കോസിനും ആ ഒരു പുതിനയ്ക്കുള്ള മാത്രം പാലെടുക്കുക. എന്നതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് നമ്മുടെ ചെറുനാരങ്ങയുടെ നീര് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകും കേട്ടോ. കുരുവൊക്കെ നീക്കിയിട്ട് നമുക്ക് ആ ഒരു ചെറുനാരങ്ങയുടെ നീര് ഇച്ചിരി അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പാലങ്ങ് സ്വാഭാവികമായിട്ട് അങ്ങ് പിരിഞ്ഞ് നമുക്ക് ആ ഒരു ബട്ടർ മിൽക്കിൻ്റെ ആ ഒരു സംഭവമായിട്ട് കിട്ടും. നമുക്ക് ഒത്തിരി അങ്ങ് പുളിച്ചു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ബട്ടർ മിൽക്ക് തന്നെ എടുക്കാനായിട്ട് പറയുന്നത്. പക്ഷേ നിങ്ങളിൽ ബട്ടർ മിൽക്ക് ഇല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, പാലും ഇല്ല, തൈര് മാത്രമേ ഉള്ളൂ എന്നുകൊണ്ട് നിങ്ങൾ തൈരും ഉപയോഗിച്ചോളൂ, നോ പ്രോബ്ലം കേട്ടോ. അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഈ രീതിക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. ബട്ടർ മിൽക്ക് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഞാനിത് ഇത്രത്തോളം അങ്ങോട്ട് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബട്ടർ മിൽക്ക് റെഡി ആവും. എന്നിട്ട് നമ്മൾ ഈ ഒരു 3 കാര്യം കൂടി അങ്ങ് മിക്സി ബൗളിനകത്തിട്ടിട്ട് അങ്ങ് നന്നായിട്ടങ്ങ് അരച്ചെടുത്തുകൊണ്ട് വരണം. അപ്പോൾ ഗൈസ് ഇതാ നന്നായിട്ട് അങ്ങ് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മളിതിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്ന മുട്ടക്കോസും അതുപോലെ തന്നെ പുതിനയുടെ ഇലയും ബട്ടർ മിൽക്കും എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അങ്ങ് ഫിൽറ്റർ ചെയ്തെടുക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു ജ്യൂസും മാത്രമായിട്ട് നമുക്ക് മതിയാകും. അപ്പോൾ ഗൈസ് ഇതാ ഇത്രത്തോളം നമുക്ക് ആ ഒരു ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തും വേണ്ടത് മാത്രം, ഫേസിലേക്ക് വേണ്ടത് മാത്രം, ഫേസിലേക്കും നമ്മുടെ കഴുത്തിലേക്കും കൈക്കും എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ ഒരു അളവ് മാത്രം എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല. നമ്മളിതിനങ്ങ് ക്രീമാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളിത് കട്ടിയാക്കി കിട്ടാൻ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ ആലുവേറ ജെല്ല് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഷംനു ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ കടുക്ക പ്ലസ് ആലുവേറ ജെല്ലാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ആലുവേറ ജെല്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കടുക്ക പ്ലസ് ആലുവേറ ജെല്ല് യൂസ് ആക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ആ ഒരു പിഗ്മെൻറ്റേഷൻസ്, പിമ്പിൾസ് മാർക്സ്, ഡാർക്ക് സ്പോട്ട്, ഡാർക്ക് സ്പാച്ചസ്, അതുപോലെ നമ്മുടെ കണ്ണടി ഉണ്ടാകുന്ന കറുപ്പ്, നമുക്ക് പ്രായം കൂടുന്നവരും ഉണ്ടാകുന്ന ആ ഒരു വരകൾ, ചുളിവുകൾ, പിന്നെ കരിമംഗലം, ഇതെല്ലാം മാറ്റി നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റൻ ചെയ്ത് വെക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു കടുക്ക പ്ലസ് ആലുവേറ ജെല്ല് യൂസ് ആക്കുന്നത്. ഈ ഒരു ജെല്ല് മാത്രമല്ല, ഞാൻ വേറെയും ജെൽസ് സെയിൽ ചെയ്യുന്നുണ്ട്. ജെൽസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അതുപോലെ തന്നെ ലിക്വിഡ് ബാർ സോപ്പ്, ലിപ് ബാം, ഇതൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പല ആൾക്കാരും പല ജെൽസ് മേടിച്ചിട്ടുണ്ട്. ഒരാൾ തന്നെ ഒന്നിൽ കൂടുതൽ ജെൽസ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ടീയുടെ ജെല്ല് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ആലുവേറ ജെല്ല്, നമ്മുടെ നോർമൽ ആലുവേറ ജെല്ല്, പിന്നെ ലൈറ്റനിങ് ജെല്ല്, പിന്നെ ഈ ഒരു കടുക്ക പ്ലസ് ആലുവേറ ജെല്ല്, അപ്പോൾ ഏത് ജെല്ലാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ആ ഒരു ജെല്ല് യൂസ് ആക്കുക. ഈ ഒരു ലൈറ്റനിങ് ജെല്ല് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വൈറ്റൻ അല്ല, ലൈറ്റൻ ആണ്. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻസ് ഒക്കെ റിമൂവ് ആക്കിയിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ലൈറ്റൻ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈറ്റനിങ് ജെല്ല് യൂസ് ആക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നിവിടെ എടുക്കുന്നത് നമ്മുടെ ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ കടുക്ക പ്ലസ് ആലുവേറ ജെല്ലാണ് യൂസ് ആക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഏത് ജെല്ല് വേണമെങ്കിലും യൂസ് ആക്കാം, നോ പ്രോബ്ലം. അപ്പോൾ ഞാനിവിടെ ഒരു കുഞ്ഞു സ്പൂണിൽ 1 ടീസ്പൂണോളം നമ്മുടെ കടുക്ക പ്ലസ് ആലുവേറ ജെല്ല് ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ അതുപോലെ തന്നെ ഒരു കുഞ്ഞു സ്പൂണിൽ ആ ഒരു മിൽക്ക്, നമ്മുടെ ആ ഒരു ജ്യൂസ് ചേർക്കുന്നുണ്ട്. നമ്മുടെ പുതിന, ക്യാബേജ്, ബട്ടർ മിൽക്ക്, ഇതും കൂടി 3 കൂടി ചേർത്ത് മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു ജ്യൂസ് ഇല്ലേ, ആ ഒരു
ജ്യൂസ് ഇതിനകത്തേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഒത്തിരി അങ്ങ് കട്ടിയാവേണ്ട കാര്യമില്ല. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് അങ്ങ് വെച്ച് കഴുകി കളയുന്നതാണ്. അപ്പോൾ ഒത്തിരി കട്ടിയുടെ ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. അപ്പോൾ നമുക്ക് ഒരു ഇച്ചിരി ലൂസായിട്ട് വേണം ഈ ഒരു കൂട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആ ഒരു അലോവേറ ജെല്ലും നമ്മുടെ കിടക്ക പ്ലസ് അലോവേറ ജെല്ലും ഈ ഒരു മിൽക്കും കൂടി ചേർത്ത് മിക്സ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് മാത്രം വെച്ചിരുന്നാൽ മതി. ആഴ്ചയിൽ 2 തവണ മാത്രം ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമന്റ് ബോക്സിൽ ഒന്ന് ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.